ഉത്രാടം എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് ശനിയുടെ ഒരു അവസ്ഥയുണ്ട്. ഒരു സഞ്ചാരം അത്ര അനുകൂലമല്ല ഉത്രാട നക്ഷത്രക്കാർക്ക്. ഉദരരോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദരരോഗം. നമസ്കാരം. പെൺകുട്ടികളുള്ള അച്ഛന്മാർക്ക് ദുഃഖമാണ് അല്ലേ സ്വാമി എന്നൊരാൾ ചോദിക്കുമ്പോൾ, ആൺകുട്ടികളുള്ള മാതാപിതാക്കൾക്കും ദുഃഖമെന്ന് ഞാൻ അങ്ങോട്ട് പറയും. ആൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയതാണ്. എൻ്റെ മുമ്പിൽ വരുന്ന ചില വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അവർക്ക് വാഹനങ്ങളോട് പ്രിയമുണ്ടാകും, മൊബൈലിനോട് പ്രിയം കൂടുതലായി. പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഇവർ ലഹരിയുടെ ലോകത്തിലേക്ക് ചെന്ന് വീഴുന്നത്. ഒരു 15 വയസ്സുള്ള കുട്ടികൾ വരെ ലഹരിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാതാപിതാക്കളുടെ ദുഃഖം സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. എന്താണ് കുട്ടികൾ ഇങ്ങനെ പോകുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ അവർക്ക് ജീവിതത്തിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. മദ്യപിക്കുന്നതിനും സിഗരറ്റ് വലിക്കുന്നതിനേക്കാളൊക്കെ ഭീകരമാണ് മയക്കുമരുന്ന്. അവരുടെ തലച്ചോറിലെ നാഗങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, അവരുടെ സിരകളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, അവരുടെ ചിന്താധാരകളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഈ കൊടുക്കുന്നവർ, ഈ കച്ചവടം നടത്തുന്നവർക്കെങ്കിലും ഇല്ലേ മനസാക്ഷികൾ? അവരുടെ ഈ പണം കൊണ്ടുപോയി ഇവരുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 16 വയസ്സുള്ള 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയുടെ ദുഃഖമാണ്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ആ കുട്ടി മുറിയിൽ നിന്ന് വെളിയിറങ്ങാതെ ഈ ലഹരി ഉപയോഗിക്കുന്ന കണ്ട് തകർന്നാണ് അവർ വിളിച്ചത്. അവനെയും വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാനും മരിക്കട്ടെ സ്വാമി എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തിനാണ്? അവൻ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. അവന് എങ്ങനെയാണ് അവരിങ്ങനെ ആയെന്നുള്ളത് അറിയത്തില്ല സ്വാമി. ഞാൻ അവനെ കൊന്നിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരും ഭ്രാന്തനാണെന്ന് പറയുമ്പോൾ ആ ഭ്രാന്തനായ സമൂഹം ഭ്രാന്തനായിട്ട് മുദ്ര കുത്തുന്ന ഒരാളെ വിഷം കൊടുത്ത് കൊന്നിട്ട് അമ്മ മരിക്കുന്ന പോലെ, കൊല്ലുന്ന പോലെ അമ്മ മരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു മാതാവിൻ്റെ ദുഃഖം പെൺകുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന്. ഇപ്പോൾ തുഫാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി ചെയ്യുന്നൊരു വലിയ കാര്യമാണത്. വലിയ കാര്യമാണ്. ലഹരിക്കെതിരെയുള്ള ആ ഒരു പോരാട്ടം അത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരുപാട് കുട്ടികൾ ഇവർ മനസ്സിലാക്കാത്തൊരു വലിയ സത്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയും ശരീരവും മനസ്സും എല്ലാം നശിച്ചു പോവില്ലേ? അവർ എന്താണ് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ലഹരി കച്ചവടം കൊണ്ട് ലഹരി നടത്തുന്ന ചെറുപ്പക്കാർ ഒരു ബാഗുമായിട്ട് പോയിട്ട് കൊണ്ടുപോയി പിന്നെ ലഹരി കച്ചവടം നടത്തുന്ന ഒരു ഫോട്ടോ ഒരാൾ എനിക്ക് കാണിച്ചത്. ആ സ്വാമി ഇവനാണ്. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട, എനിക്ക് അയാളുടെ മുഖവും കാണണ്ട, എനിക്ക് കാണുകയും വേണ്ട. സ്വാമി ഒന്ന് പോലീസിൽ അറിയിക്കും. ഞാനെന്തിന് പോലീസിൽ അറിയിക്കണം? ഇത് പോലീസിൽ അറിയിച്ച് നമ്മളെന്തിനാ അത് ബലിയാടാകേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പോകണം. നിങ്ങളുടെ കുട്ടിക്കാണ് ദോഷം. നിങ്ങളുടെ കുട്ടിയെ ദോഷപ്പെടുത്തുകയാണ്, ഇവനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നേരിട്ട് സ്റ്റേഷനിൽ ചെല്ലൂ. നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരം ആൾക്കാരുമായിട്ടുള്ള ഒരു സൗഹൃദത്തിനോ ഇത്തരം ആൾക്കാരുമായിട്ട് സഹകരിക്കുകയോ ചെയ്യില്ല. നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇത്തരം പണം കൊണ്ടൊന്നും സ്വന്തം കുടുംബത്തിൽ കൊണ്ടൊന്നും ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ അതൊന്നും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള സത്യവും ഞാൻ വിളിച്ചു പറയാം. മദ്യം കഴിക്കുന്നത് പോരല്ല മയക്കുമരുന്ന്, ഡ്രഗ്സ്, ഇതൊക്കെ ശരീരം നശിച്ചു, ജീവിതം നശിച്ചു പോകും. ശരീരമല്ലല്ലോ, ലൈഫ് എന്ന് പറയുന്നത് ഇല്ലാതായി പോകും. ഭയങ്കര കഷ്ടമാണ്. ഒന്നും നമുക്ക് മറുപടിയില്ല. ആ അമ്മയുടെ ഒരു ദുഃഖം, അവരെ തേങ്ങി കരയുവാണ്. അവരാഹാരം കഴിക്കുന്നില്ല. ഈ പയ്യൻ ആഹാരം കഴിക്കുന്നില്ല, മുറിക്കകത്ത് അടച്ചിരിക്കുവാണ്, പഠിക്കുന്നില്ല, മുറിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. ഒരു 2 ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയുടെ ഒരു മുറിയിൽ ആ വീട് മുഴുവൻ ഈ സ്ത്രീയും ഒരു മുറിക്കകത്ത് ഈ മകനും. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് സ്വാമി മക്കൾ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ മക്കളുടെ ദുരിതങ്ങൾ. കല്യാണം കഴിപ്പിക്കാൻ പോയാൽ കല്യാണം വേണ്ട. ഇപ്പം നല്ല ശതമാനം പെൺകുട്ടികൾക്കും വിവാഹം വേണ്ട, പഠിച്ചിട്ട് മതി എന്ന ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഏതോ ഒരു ബന്ധമുണ്ടെന്ന് നമ്മളങ്ങ് ഉറപ്പിക്കുക. അവൾ ഏതോ ബന്ധത്തിൽ കുരുങ്ങിയിട്ടുണ്ട്. അത് അച്ഛനമ്മമാർ ഇഷ്ടപ്പെടുന്ന വിവാഹമല്ല. വിവാഹം വരെ ഇതെങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും. ജോലി കിട്ടുമ്പോൾ അവൾ പറയും, എനിക്കിതാ ഇങ്ങനെ ഒരാളുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ആ ബന്ധം മതി, നിങ്ങൾ വേറെ കല്യാണം ആലോചിക്കേണ്ട. ഒറ്റ വാക്കാണ്. പ്രായപൂർത്തിയായോ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. അവിടെ അച്ഛനില്ല, അമ്മയില്ല, ബന്ധങ്ങളില്ല, മൂല്യങ്ങളില്ല, ഒന്നുമില്ല. നിശബ്ദരായി നിൽക്കാനേ പറ്റൂ മാതാപിതാക്കൾക്ക്. എൻ്റെ അടുത്ത് എത്രയോ മാതാപിതാക്കൾ, സ്വാമി ഞാൻ ജാതകം ചേരൂല,
ഒരു കാര്യമേ ഞാൻ അവരോട് പറയൂ, അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കാൻ സാധ്യത, ചെവി കേൾക്കാതെയും കണ്ണ് കാണാത്തതും വൈകല്യങ്ങളുമുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ജനിക്കാൻ ഹോർമോൺസ് കറക്റ്റ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രഹനിലകൾ നോക്കി പൂർവ്വജന്മം നോക്കി മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഞാൻ ഒരുപാട് പേരെടുത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു കുട്ടികളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിടുന്നത്? നിരപരാധിയായ കുട്ടികൾ മുണ്ടയും മുടന്തിയും സംസാരിക്കാതെ ഈ ലോകത്ത് നമ്മൾ എന്തിനു സൃഷ്ടിക്കണം? നിങ്ങളെ പ്രണയത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള കുട്ടികളെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? കഷ്ടമുണ്ട്, കഷ്ടം. അതിനൊക്കെ നല്ല ഞാൻ പലരോടും പറയും, നിങ്ങൾ വിവാഹം കഴിയാതിരിക്കുന്നതാണ് നല്ലത്. എന്തിനാണ് അങ്ങനെ ഒരെണ്ണം? ചിലർ പറയും അവർ കല്യാണം ഉറപ്പിക്കുന്നവരെ, കല്യാണം തീരുമാനിക്കുന്നവരെ. ചിലർ അച്ഛനമ്മമാരുടെ കാലം, അച്ഛനമ്മ എന്തൊരു ഇന്നും ആലോചിച്ച് നോക്കൂ. ഏകസന്താനമുള്ളവരൊക്കെ ആണെങ്കിൽ മകനെ അങ്ങോട്ട് പഠിപ്പിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി പഠിപ്പിച്ച് വലുതാക്കി വളർത്തി നല്ല സൗന്ദര്യവും ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ഇതുപോലെ വല്ല പെണ്ണുങ്ങളുടെ പിടിയിലും പെട്ട് അവൾ വശീകരിച്ച് വശീകരണം ഭയങ്കരമാണ്. ഇപ്പോൾ വശീകരണം ഉദരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, സുഹൃത്തുക്കൾ പോലും വേണ്ട, എല്ലാം അവളാണ്. ഇത് ആൾക്കാർ എന്നോട് ചോദിക്കും, അങ്ങനെയൊക്കെ വശീകരിക്കാൻ പറ്റുമോ സ്വാമി? പിന്നെ പറ്റാതെ ഇത് പറയുമ്പോൾ അന്ധവിശ്വാസവും അന്ധവിശ്വാസമല്ല, ആവിചാരവും വശീകരണവും ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രണയത്തിനകത്ത് വളരെ 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 വലുതാണ്. ഞാനൊരു സമയത്ത് കാളിഘട്ടിൽ കുറച്ചു കാലം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്ത്രമന്ത്രാദികളൊക്കെ മനസ്സിലാക്കാനായിട്ട് സ്ഥലത്ത് പോയി. അതെല്ലാം മനസ്സിലാക്കി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അവിടെ എല്ലാം പെൺകുട്ടികൾ, നിങ്ങൾ വിശ്വസിക്കുമോ, വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ അവർ ഇത്തരം തന്ത്രമാന്ത്രികങ്ങൾ പഠിക്കാൻ മുമ്പിൽ നിൽക്കുവാണ്. വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇതൊക്കെ ഉണ്ട്. അച്ഛനമ്മമാർ വേണ്ട അവർക്ക്. ആ വിചാരം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉദരം, നിങ്ങൾ വയറിന് സ്തംഭനം വരും. വയറിന് ഭക്ഷണം, നമ്മുടെ വയറ് സ്തംഭിക്കും. വയറ് സ്തംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് ഗ്യാസിന് മരുന്ന് വാങ്ങിച്ച് കഴിക്കും, ഏക്കൂല. ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ അവർ നേരത്തെ ആഹാരം കഴിക്കും. ഒരു ലഡ്ഡു ജപിച്ച് തന്നാൽ മതി, ഇത്തിരി ഭക്ഷണം തന്നാൽ മതി, ഇത്തിരി വെള്ളം ജപിച്ച് തന്നാൽ മതി, തീർന്നു. പിന്നെ അവരുടെ മനസ്സിൽ ദൈവങ്ങളില്ല, അച്ഛനില്ല, സ്നേഹിച്ച് വളർത്തിയ മാതാവില്ല, ഭക്ഷണം തന്ന അമ്മയില്ല, ഒന്നുമില്ല, അമ്മുമ്മയില്ല, ആരുമില്ല, ശത്രുവാണ്. ഈ അടുത്ത കാലത്തല്ലേ ഏതോ ഒരു വീഡിയോ, പ്രശസ്തരായ ഒരു കുടുംബത്തിലെ അമ്മമാരൊക്കെ തമ്മുമ്മമാരൊക്കെ തമ്മിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്ന വീഡിയോസ്, കഷ്ടമല്ലേ? ആ പരമ്പര ഉണ്ടായത് എവിടുന്നാണ്? ഇതൊക്കെ ഉണ്ടായതൊന്നും നമുക്ക് ഉത്തരങ്ങളില്ല. അപ്പോൾ ആഭിചാരം ശക്തിയാണ്. ആഭിചാരത്തിനൊരു വലിയ ശക്തിയുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് എല്ലാ മേഖലകളിലും ഉണ്ട്, എല്ലാ ഓഫീസുകളിലുണ്ട്, പരസ്പര സൗഹൃദങ്ങൾക്കകത്തുണ്ട്, പ്രണയബന്ധങ്ങൾക്കകത്തുണ്ട്. ഒരുത്തനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പ്രായം പോലും പ്രശ്നമില്ല. തന്നൊക്കെ 10 വയസ്സിന് ഇളയതാണെങ്കിൽ പോലും അവനുമായിട്ടൊരു ഇഷ്ടം തോന്നിയാൽ, അവന് ശരീരം പങ്കുവെച്ച് കഴിഞ്ഞാൽ, ആ ശരീരം പങ്കുവെച്ചാൽ അവൻ്റെ വിയർപ്പ് അവൻ പോലും അറിയില്ല. അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ അവൻ്റെ മുടിയും അവൻ്റെ വിയർപ്പും ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരേലക്കകത്താക്കി കൊടുത്തു കഴിഞ്ഞാൽ ബന്ധിച്ച് വർഷങ്ങൾക്ക് പോലും അവളെ വിട്ടുപിരിയാത്ത തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ ചെയ്തവർ ഈ കടന്ന കാലത്ത് എൻ്റെ ആശ്രമത്തിൽ വന്നിരുന്നു. ഞെട്ടിപ്പോവുകയാണ് ഞാൻ പറഞ്ഞു, എനിക്ക് സ്വാമി, എൻ്റെ അച്ഛന് വേണ്ട, അമ്മയൊന്നും എനിക്ക് അവളെ ഓർക്കാൻ പോലും പറ്റുന്നില്ല അവരാരും, പക്ഷേ എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അവൾ ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്, അവൾക്ക് അതിലൊരു കുട്ടിയുണ്ട്, അതറിയാം, അത് ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെക്കാൾ 10 വയസ്സിന് മൂത്തതാണ് സ്ത്രീ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതെ. നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നത്? അത് എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ ഒഴിവാക്കി പോകുമെന്ന് പറഞ്ഞു. നിങ്ങളെക്കാൾ നല്ല ബലമുള്ള, നിങ്ങൾക്കിപ്പോൾ ജോലി വല്ലതും പോയാ, അല്ലെങ്കിൽ നിങ്ങളെ അവൾക്ക് കൊടുക്കണ ശമ്പളത്തിന് വല്ല കുറവും വന്നാൽ, അല്ലെങ്കിൽ അവൾക്ക് ഫ്ലാറ്റ് വാങ്ങിച്ചു കൊടുത്ത് അവളുടെ കാര്യമൊക്കെ സെറ്റിലായ, എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സഹോദരിയുണ്ട്, ആ സഹോദരി ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. എന്നിട്ട് ഈ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും അയച്ചു കൊടുത്താൽ അവൾ തീരുമാനിക്കും എത്ര കൊടുക്കണമെന്നും. ഇപ്പം ഇവളെക്കാൾ നല്ല പിടിയുള്ള ഏതോ ഒരു ബന്ധം കിട്ടിയപ്പോൾ ഇപ്പം ഇവനെ വേണ്ടാതാവണം. ഇവനെ വിട്ടുപിരിയാൻ വയ്യ, അവളെ മറക്കാതിരിക്കാൻ വന്നാണ് ഭ്രാന്ത് കയറി എന്നെ കോയമ്പത്തൂർ ഇറങ്ങി അവിടുന്ന് തിരുവനന്തപുരം ഞാൻ അവിടെ വന്നിരിക്കണം. ഏത് കാന്തല്ലൂരിൽ. ഞാൻ ആണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? അച്ഛനും അമ്മയും സഹോദരിയും നോക്കാതെ ഇവിടെ കൂടെ പോയി പെട്ട് ഇവിടെ അവളുടെ ശരീരവും മനസ്സും ഒക്കെ നിങ്ങൾക്ക് സമർപ്പിച്ചെന്ന് പറഞ്ഞ്, നിങ്ങൾ അവൾക്ക് സമർപ്പിച്ചെന്ന് പറഞ്ഞ് അവൾ ജീവിച്ച് നിങ്ങളെക്കാൾ ബെറ്റർ ഓപ്ഷൻ മറ്റൊന്ന് വന്നിട്ടുണ്ട്, അവൾ പോട്ട് എല്ലാം അവളെ കയ്യിലാണ്. അവിടെ കാറിൻ്റെ ലോൺ തീർന്നു, വാങ്ങിച്ചു കൊടുത്ത ഫ്ലാറ്റിൻ്റെ ലോൺ തീർന്നു. 10 വയസ്സ് മൂത്തതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ചെറുപ്പക്കാരൻ അവൻ്റെ യൗവനത്തിൽ വാർദ്ധക്യത്തിൻ്റെ മുഖം
അവൻ്റെ കറുത്ത തലനാരുകളിൽ വെള്ളി രോമങ്ങൾ വെള്ളി വീഴുന്നിരിക്കുന്നു. എനിക്ക് കഷ്ടം തോന്നി. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, അവളോട് പറഞ്ഞ് അവൾ പോകാൻ തയ്യാറാണ്, പക്ഷെ ഇയാൾക്ക് വിടാൻ വയ്യ. അവളെ എന്നെ കൊണ്ട് പറഞ്ഞു വെച്ചാൽ എൻ്റെ അടുത്തോട്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. അതിനേക്കാൾ ഒരു മകൾ എന്നെ വിളിച്ചു, അതായത് വിദേശത്തുള്ളൊരു മകൾ. അമ്മയ്ക്ക് 66 വയസ്സുണ്ട്. 66 വയസ്സുള്ള അമ്മക്ക് കല്യാണം കഴിക്കണം. സ്വാമി ഞാനിവിടെയാണ് സ്വാമി, ഞാനിവിടെ എനിക്കിവിടെ ജോലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഞാനിവിടെ കടന്ന് കഷ്ടപ്പെടുവാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസ അയച്ചു കൊടുത്ത് ഒരു ജോലിക്കാരിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്കിപ്പം ഒരു ഭർത്താവിനെ വേണം. ഭർത്താവ് നല്ല, ഞാൻ പറഞ്ഞു അവർക്ക് മാനസികമായിട്ട് വല്ല തകരാറുണ്ടോ? 66 വയസ്സെന്നവർ പറയുന്നു, കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അമ്മ ലിപ്റ്റിക്ക് വിട്ട്, അമ്മ പുതിയ വേഷങ്ങളും ധരിച്ച് ഏറ്റവും ആധുനികം. ഞാൻ പറഞ്ഞു അവർക്ക് മാനസികമായ എന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വല്ല പ്രേതബാധ വല്ല അലഞ്ഞു കിടക്കണ ഏതെങ്കിലും ചെറുപ്പക്കാരികൾ അവരുടെ ശരീരത്തിൽ കാണും. ഇത് ഞാനെങ്ങനെ പറയുമല്ലോ, കാരണം ഞാൻ ഈ പ്രേത നോവലുകളും പ്രേതങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്ന, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട്, പ്രേത സ്വാധീനത്തെ വിശ്വസിക്കുന്നതുകൊണ്ട്, നെഗറ്റീവ് എനർജിയെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. 66 വയസ്സുള്ള അമ്മയ്ക്ക് കല്യാണം കഴിക്കണം, അതിനുവേണ്ടി ഒരു നിർബന്ധം പിടിക്കുകയാണ്. അതിനുവേണ്ടി അവർ മാട്രിമോണിയൽ കൊടുത്തു. മാട്രിമോണിയൽ കൊടുത്ത അതാണ് ഏറ്റവും വലുത്. ഈ മാട്രിമോണിയൽ കമ്പനികളെല്ലാം തന്നെ പറ്റിപ്പാണ്, എല്ലാം പറ്റിപ്പാണ്. 10,000-20,000 രൂപ മേടിക്കും. എന്നിട്ട് വല്ല മോഡലുകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ ആരാണ്ടൊക്കെ വിളിച്ച് ചോദിച്ചു, സ്വാമി എന്തിനാണ് ഞങ്ങളെ വെള്ളം കൂടി മുട്ടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു പിന്നല്ലാതെ. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒന്നില്ല, പിന്നെ അടുത്ത സമയമാകുമ്പോൾ വീണ്ടും പടവിടും. ഇങ്ങനെ കൊള്ള മാട്രിമോണിയൽ പരസ്യത്തിൽ നിന്നും പരസ്യം ചെയ്ത് നിങ്ങൾ ജാതകം അയച്ചു കൊടുത്താൽ കള്ള ജാതകങ്ങൾ കൊണ്ട് കെട്ടിച്ച് ജീവിതം താറുമാറാക്കി തരും. മാട്രിമോണിയലിലൊന്നും പരസ്യം കൊടുക്കാൻ പോകരുത്. മാട്രിമോണിയൽ പരസ്യം കൊടുത്തുണ്ടാകുന്ന വിവാഹ ബന്ധങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകും. നിങ്ങളിന്ന് ലക്ഷങ്ങൾ അവർ അടിച്ചെടുക്കും. ഓരോ പെൺകുട്ടികൾ കിളികൾ വിളിക്കും, ഏത് സമയമാകുമ്പം 3 മാസം കഴിയുമ്പോൾ ഇത് 20,000 രൂപ കൂടെ അടയ്ക്കൂ, നിങ്ങളുടെ വിവാഹം ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. പിന്നെ കുറേ അനക്കമില്ല. പിന്നെ നമ്മൾ വിളിച്ച് ബോളം ഉണ്ടാക്കുമ്പോൾ 3 പെൺപിള്ളേരുടെ വല്ല മോഡലിങ്ങിൻ്റെ പടം വെട്ടി മാറ്റി ഇങ്ങോട്ട് അയച്ചു തരും. അത് അവസാനം പറയും അവർ വിഡ്രോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മാട്രിമോണിയലിൽ നിന്ന് വിവാഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ജാതകങ്ങൾ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ കള്ള ജാതകങ്ങളും ഉണ്ടാക്കി പൊരുത്തമാണെന്ന് പറഞ്ഞ് ജീവിതം താറുമാറാക്കി കളയും. 2% ആൾക്കാർ വല്ലതും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സഹകരിച്ച് കഴിയുന്നുണ്ടാവും. ബാക്കി എൻ്റെ മുമ്പിൽ വരുന്ന മാട്രിമോണിയൽ പരസ്യത്തിൻ്റെ 99% ആൾക്കാർക്കും മഹാദുരന്തമാണ് മാട്രിമോണിയൽ പരസ്യം. മാട്രിമോണിയൽ കമ്പനികൾക്ക് ജാതകം കൊടുത്ത്, വിലാസം കൊടുത്ത്, പണം കൊടുത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക. വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ ത്യാഗമാണെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ടത്. വിവാഹം ത്യാഗമാണ് ഇല്ലേ, നമ്മുടെ ജീവിതം ഹോമിച്ച് കളയുന്നതാണ്. അതുകൊണ്ടാണ് പുതിയ ചെറുപ്പക്കാരും ആരും തന്നെ വിവാഹ ജീവിതം വേണ്ട. അവർക്ക് ചുറ്റുമുള്ള വിവാഹ ജീവിതങ്ങൾ തകരുന്നത്, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്, പ്രണയിച്ച് വിവാഹം കഴിച്ചവർ അനുഭവിക്കുന്നത്, അവർ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, ആ ആദ്യകാലങ്ങളിലെ ആ സൗഹൃദപരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ജീവിതം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ, പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ്റെ ബൈക്ക് കടം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലും, ഒരുത്തൻ്റെ നല്ല ഷർട്ട് കടം മേടിച്ചുകൊണ്ടങ്ങ് ചെല്ലും, പെണ്ണാണെങ്കിലും കൂട്ടുകാരുടെ വള മേടിച്ചിട്ടുണ്ട് ചെല്ലും. അങ്ങനെ വേറൊരു ലോകം ക്രിയേറ്റ് ചെയ്യും. വേറൊരു ലോകത്തിലൂടെയാണ് ഈ പ്രണയത്തിലുള്ള കാലം. പരസ്പരം അവർ രണ്ടുപേരും യാഥാർത്ഥ്യങ്ങൾക്കൊരു മുഖം മൂടിയിട്ടുകൊണ്ട് പ്രണയിക്കുന്നു ഇല്ലേ. പിന്നെ പ്രണയിക്കുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെ മാറ്റിവെക്കും. പക്ഷേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, പണത്തിന് പണം വേണം അല്ലേ, അസുഖം വന്നാൽ ഡോക്ടറെ കാണണം, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, വാടക കൊടുക്കണം, കറണ്ടിന് പൈസ കൊടുക്കണം, പെട്രോൾ അടിക്കാൻ പൈസ വേണം, ജീവിക്കാൻ പൈസ വേണം. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ അവളുടെ സ്വത്തും പണവും കണക്കുകൾ വരും. എനിക്ക് എന്നെ ഇത്ര രൂപ കൊടുത്ത് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നതാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടും നീ എന്നെ ഇല്ലാതെ നീ മരിച്ചു പോകും, ഞാനില്ലാതെ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ സകല സൗഭാഗ്യങ്ങളും നഷ്ടം വന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയിൽ ഉടലെടുക്കുന്ന മറ്റൊരവസ്ഥ തിരിച്ചു അങ്ങനെ തന്നെ. എന്നെ എത്രയോ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ആൾക്കാരും കല്യാണത്തിന് വന്നപ്പോൾ ഞാനില്ലാതെ നീ ജീവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കല്യാണം കഴിച്ചു, എൻ്റെ ജീവിതം നീ കാരണം താറുമാറായി, എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ കേട്ട് എനിക്കൊന്നും വരാൻ വയ്യാതെ എൻ്റെ മനസ്സ് മരവിച്ചു പോവുകയാണ്. സന്താനങ്ങളില്ലാത്തതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതിന് ഒരു മഹത്ത് കാര്യമായിട്ട് നിങ്ങളങ്ങോട്ട് വിചാരിക്കണം.
കാരണം ഇന്നത്തെ കാലത്ത് സന്താനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാനും അവർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അവർക്ക് ഏതുവരെ പഠിക്കണമെന്നും ഞാൻ ആരെ കല്യാണം കഴിക്കണോ, ഞാൻ 10 വയസ്സ് മൂത്തതിനെ കല്യാണം കഴിക്കണോ, 10 വയസ്സ് ഇളയതിനെ കല്യാണം കഴിക്കണോ, അപ്പോൾ അച്ഛനമ്മമാരെന്ത് ആയിരിക്കും, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി, എൻ്റെ എല്ലാ സൗഹൃദങ്ങളും ഒക്കെ വിളിച്ചു വരുത്തി എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ കല്യാണം നടത്തണമെന്ന് വിചാരിക്കുമ്പോഴാണ് മകള് അന്യജാതിക്കാരനായ, ഇത് വല്ല പ്രമാണിത്വമായിട്ടൊക്കെ ജീവിക്കുമ്പോഴാണ് മകള് അന്യജാതിക്കാരനായ യാതൊരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരുത്തനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. അവിടെ ആണെങ്കിലും ഞാൻ കല്യാണം കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് 3 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ ശല്യം ചെയ്യാതിരുന്നാൽ വന്നാൽ മതി. അപ്പോൾ അയാൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്നോട്, എനിക്കത് ഭയങ്കരമായി എനിക്ക് വേദനിച്ചു. സ്വാമി, നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവനിതിലൊന്നും വലിയ വിശ്വാസമില്ല, ഞാൻ മരിച്ചാൽ അവൻ ബലി ഇടൂ സ്വാമി, ഈ ബലികർമ്മം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആത്മാവ് അലഞ്ഞു നടക്കില്ലേ സ്വാമി? ഞാൻ പറഞ്ഞു, പോട്ട് മനുഷ്യ, എനിക്ക് തന്നെ ചേട്ടാ ബലിയിടാൻ ആളില്ല, കരയാൻ ആളില്ല, ബലിയിടാൻ ആളില്ലാത്ത ഒരുത്തനാണ് ഞാനിത് ഈശ്വരന് സമർപ്പിച്ചു. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ബോധമുള്ളൂ, ഇതൊക്കെ നമുക്ക് ബോധമുണ്ട്. നമുക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞ സത്കർമ്മങ്ങളിലൂടെ യാത്ര ചെയ്യുക, ഈശ്വരനെല്ലാം സമർപ്പിക്കുക. അന്യൻ്റെ പണവും സ്വത്തും സമ്പാദ്യവും അന്യൻ്റെ സ്വപ്നങ്ങളും നമുക്ക് വേണ്ട. നമുക്ക് ജീവിക്കാനുള്ളത് ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പറയും, ഞാനിങ്ങനെ പുസ്തകങ്ങൾ എഴുതി ആ പുസ്തകത്തിൻ്റെ വരുമാനം കൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്, ആ വ്യവസ്ഥ അനുസരിച്ച് ചെയ്തോളാം ഞാൻ പറയും. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടാനോ സമ്പാദിച്ച് സന്താനങ്ങൾ കൊടുക്കാനോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഭാഗ്യവാനാണെന്ന് ഞാൻ പറയണം. സന്താനങ്ങളില്ലാത്തത് ഭാഗ്യവാനാണ്. അവൻ്റെ ചവിട്ടത്തടി നമ്മൾ കൊള്ളണ്ടല്ലോ, അടിച്ചിട്ടുണ്ടോ അച്ഛനമ്മമാരെ? ഒരു പെൺകുട്ടി ഒന്ന് ആലോചിക്കണം, വിദ്യാസമ്പന്നയായ, ഞാൻ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ജോലി എന്താണെന്ന് പറയില്ല, വിധവയായ അമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങളൊരു വേശ്യയല്ലേ എന്ന് പറഞ്ഞു. എനിക്ക് പറയാം, ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കുക, അമ്മ ഷോക്കായിപ്പോയി എന്നാ പറയുക. ഒരു 3 ദിവസം ഭക്ഷണം കഴിച്ചില്ല. നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് വേശ്യാവൃത്തി ചെയ്തല്ലേ? അവർ ഭർത്താവ് മരിച്ചു, ഭർത്താവില്ലാത്തവരുടെ ജീവിതത്തിൽ, സ്വാമി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവല്ല, ഞാൻ ഒരു മനുഷ്യനെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ നല്ല പ്രായത്തിൽ എൻ്റെ ഭർത്താവ് മരിച്ചതാണ്, ഞാനിവിടെ വളർത്തിക്കൊണ്ട് വന്നതാണ്. നിസ്സാര കാര്യത്തിന് അവൾ എൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞു സ്വാമി. ഞാൻ പറഞ്ഞത് അവൾ അനുഭവിച്ച പോകുള്ളൂ ഭൂമിയിൽ നിന്ന്, നിങ്ങളുടെ വൈകണ്ട അതിനകത്ത്. ഈ പറഞ്ഞതിനെല്ലാം അനുഭവിക്കാതെ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വന്തം അമ്മയെ, മരിച്ചുപോയ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെ മനസ്സിൽ സങ്കല്പിക്കാത്ത ഒരു സ്ത്രീയെ മുഖത്ത് നോക്കി അമ്മയെ വേശ്യയല്ലേ എന്നൊരു സ്ത്രീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം കുറച്ച് പായൊക്കെ ചവിട്ടിക്കീറിയിട്ടേ പോവുള്ളൂ. പിന്നെ സ്വന്തം മകളിൽ നിന്ന് തന്നെ കിട്ടും, മകളുണ്ടെങ്കിൽ സ്വന്തം മക്കളിൽ നിന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ കൊച്ചുമക്കളിൽ നിന്ന് കിട്ടും. ഒറ്റയ്ക്കൊരു മുറിയിൽ അനാഥമായിട്ട് രോഗദുരിതങ്ങളിൽപ്പെട്ട് മലമൂത്ര വിസർജനങ്ങളിൽപ്പെട്ട് എടുത്തു വയ്ക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത തൊണ്ട ഉണങ്ങി മൃത്യു. ഇനി തൊണ്ട ഉണങ്ങിയില്ലെങ്കിൽ പോലും വെള്ളം ദാഹജലം ഉള്ളിലേക്ക് പോലാണ്. മാതാവിനെ ആലോചിച്ചു, നൊന്ത് പ്രസവിച്ച മാതാവ്, നെഞ്ചോട് ചേർത്ത് മുലപ്പാൽ കൊടുത്ത മാതാവിനെ മുഖത്ത് നോക്കി വേശ്യ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പദം എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, എന്നാലും നിങ്ങൾ അതിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് ഞാൻ ചോദിച്ചു, അവർ നിങ്ങളുടെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബഹുമാനിക്കുന്ന, നല്ല സാരിയൊക്കെ കൊടുത്ത് കണ്ണടയും വെച്ച് ലിപ്റ്റിക്കൊക്കെ ഇട്ട് വളരെ മറ്റേ സ്റ്റൈലായിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. വളർത്തമ്മയെ നോക്കാത്ത, അല്ലേ, പെറ്റമ്മയെ നോക്കാത്ത, പോറ്റി അമ്മയെ നോക്കാത്ത, ദൈവവും മനുഷ്യനും കൈകൂപ്പി നിൽക്കുന്ന ജീവപ്രകാശമാണ് അമ്മ എന്ന് കവികൾ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? ദൈവവും പിശാചും കൈകൂപ്പി നിൽക്കുന്നതാണ് അമ്മ. ആ അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിനെ ഹൃദയം കീറി പിളക്കുന്ന പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചവർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷയുണ്ട്. അതും കാലൻ തന്നെ എഴുതിയിടും, കാലൻ എഴുതിയിടും. നിന്റെ മാതാവിനെ, നിന്നെ നൊന്ത് പ്രസവിച്ച മാതാവിനെ നീ നിനക്ക് മുട്ടിൽ ഇഴഞ്ഞു കിടക്കുമ്പോൾ നീ ഒന്ന് തളർന്ന് വീണ് പോയാൽ നിന്നെ വാരി എടുത്തുകൊണ്ട് നിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് നിനക്കൊന്ന് വയ്യാതായപ്പോൾ നിന്നെ എൻ്റെ കുഞ്ഞിന് വയ്യ എന്ന് പറഞ്ഞ് ഓടിപ്പോയ അമ്മയെ, രക്ഷപ്പെടുത്തിയ അമ്മയെ, അല്ലേ, ആ അമ്മയെ നീ ഇങ്ങനെയാണ് പറഞ്ഞതിൽ പരപുരുഷ ബന്ധമുണ്ടോ എന്ന് ഉള്ള ഈ സ്ത്രീയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ചെറുതൊന്നുമല്ല സ്ത്രീയെ. അവരെന്നെ വിളിച്ചിരുന്നു, എൻ്റെ അമ്മ അവിടെ വന്നിരുന്നു. ഞാൻ വന്നിരുന്നു, എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ആ സ്ത്രീക്ക് ഭ്രാന്താണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങൾ സ്വന്തം അമ്മയെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ച സ്ത്രീയല്ലേ? നിങ്ങൾ സമൂഹത്തിൽ എന്തായാലും എന്താണ്? നിങ്ങൾ വലിയ പുസ്തകങ്ങൾ എഴുതുന്നുണ്ടല്ലോ, വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ,
നിങ്ങൾ വലിയ വാചാലമായി സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, സ്ത്രീ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. സ്വന്തം അമ്മയെ അംഗീകരിക്കാത്ത, സ്വന്തം അമ്മയുടെ വേദന അംഗീകരിക്കാത്ത, സ്വന്തം അമ്മയുടെ ദുഃഖം അംഗീകരിക്കാത്ത, സ്വന്തം അമ്മ എന്താണെന്ന് അംഗീകരിക്കാത്ത നിങ്ങളാണോ സമൂഹത്തിന് ഇതുണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞിട്ട് എന്താണ്? എന്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലും നമുക്ക് ചുറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെ സഹിക്കുക അല്ലേ? ഇപ്പം ഞാൻ ഉള്ളതുകൊണ്ട്, ഞാൻ DNA-യിൽ പ്രേക്ഷകരെടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കും എന്നുള്ളത് കൊണ്ടും എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ടും ഒക്കെ പറയുന്നു അല്ലേ? ചിലർ അന്ധവിശ്വാസമാണെന്ന് പറയും. എന്നിട്ട് ഞാൻ ഈ സ്ത്രീ അതാണ് അതിനൊക്കെ അവരൊരു കല്യാണം കഴിച്ചു, ആ ഭർത്താവ് ഒരക്ഷരം മിണ്ടൂല്ല, അവരോടൊന്നല്ല ആരോടും മിണ്ടൂല്ല. അപ്പം അതാണ് അവരുടെ ദാമ്പത്യത്തിൻ്റെ രഹസ്യം, ദാമ്പത്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. മിണ്ടാതിരിക്കുന്ന ഭർത്താവ് അല്ലേ? ടീച്ചർ എൻ്റെ അടുത്ത് പറയണ പോലെ, സ്വാമി എന്തോ എപ്പോഴും ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ടീച്ചർ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ, ഞാനേ സംസാരിക്കും. എനിക്ക് ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കും. ഇപ്പോൾ ഞാൻ എഴുതുന്നുണ്ട്, ഫോൺ വിളിക്കാൻ ഒരുപാട് ഫോണുകൾ ഒരുമിച്ച് വന്നാൽ എടുത്താൽ ഞാൻ കേൾക്കുകയാണെങ്കിൽ എടുക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടേ, പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് അതിനകത്തായി പോകും. അല്ലെങ്കിൽ ആര് വിളിച്ചാലും വിളിക്കും, തിരിച്ച് വിളിക്കാൻ പറ്റാൻ തിരിച്ച് വിളിക്കും. ഒരു 5 മിനിറ്റ് എടുത്തില്ലെങ്കിൽ അത് ഉടൻ തന്നെ ഒരുപാട് ഫോണാവും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ എല്ലാവരോടും പറയുന്നു, ഞാൻ വിളിച്ചില്ലെങ്കിലും എന്നെ പിന്നെയും വീണ്ടും വിളിക്കണം. എൻ്റെ ലാൻഡ് ഫോണിലും വിളിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ പറയാം. അങ്ങനെയാണ് മനുഷ്യൻ്റെ ദുഃഖങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ദൈവം ഉണ്ടാക്കട്ടെ. ദൈവം അവിടെ പോയിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. പരിഹാരങ്ങളൊന്നും ഒരു കാര്യമില്ല, പരിഹാരങ്ങളൊന്നും ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ഒരു വിശ്വാസ സങ്കല്പങ്ങൾക്കനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഇതൊക്കെ തീരെ വിശ്വാസമില്ല ഇത്തരം കാര്യങ്ങൾക്കകത്ത്. ഭൂമി വിൽക്കണം, വിറ്റേ പറ്റുള്ളൂ. എന്താ സ്വാമി, എന്താ നിങ്ങൾ ഭൂമി വിൽക്കുന്നത്? അത് വിറ്റേ പറ്റൂ. എന്നിട്ട് വിറ്റിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. വേറെ എന്ത് ചെയ്യാൻ? നിങ്ങളെ സ്വത്താണോ? അല്ല, പിന്നെ പൂർവ്വികർ വാങ്ങിച്ചിട്ട സ്വത്താണ്. അപ്പോൾ നമുക്ക് ബന്ധമൊന്നുമില്ല, നമുക്കൊരു ബന്ധമില്ല. ആരാണ്ട് വാങ്ങിച്ചിട്ട വസ്തു വിറ്റ് കുറേ പുട്ടടിച്ച് തീർക്കാം. അപ്പോൾ അവരെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കറിയത്തില്ല, വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. എങ്ങനെയൊക്കെ മനുഷ്യൻ ഇങ്ങനെ പോവുകയാണ് അല്ലേ? ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് പോയി തീരണമെന്ന് അറിഞ്ഞുകൂടാ. ഇനി എത്ര ദിവസം സ്വാമി ഇവിടെ വന്നിരുന്നിട്ട് DNA പേശയിൽ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉത്രാടം എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉത്രാട നക്ഷത്രക്കാർക്ക് ശനിയുടെ ഒരു അവസ്ഥയുണ്ട്, ഒരു സഞ്ചാരം അത്ര അനുകൂലമല്ല. ഉത്രാട നക്ഷത്രക്കാർക്ക് ഉദരരോഗത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദരരോഗം, അതുകൊണ്ട് എണ്ണ ഉള്ള ഉദരത്തിനും നെഞ്ചിനും ഹൃദയത്തിനും സാധ്യതയുണ്ട്. രണ്ടിനും കുറച്ച് വീക്കായിട്ടുള്ളൊരു സമയമാണ്. ദുർബലത വരാൻ സാധ്യതയുണ്ട്. ബ്ലോക്കുകളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണ സമയമാണ്. അതുകൊണ്ട് എണ്ണ പലഹാരങ്ങൾ, എണ്ണയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാർ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കണം. സ്ത്രീകൾ പല മുഴകളുമൊക്കെ ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട്, നിസ്സാരമാക്കി കളയാതിരിക്കണം. പല്ലുവേദനയുണ്ടെങ്കിൽ, ഉദരസമ്മതം, കഴുത്തിന് മുകളിലോട്ടുള്ള കണ്ണ്, മൂക്ക്, ചെവി, വായ ഇതിനകത്തൊക്കെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. മൂക്കിൻ്റെ ഒരു സൈഡ്, മൂക്കിൽ രോഗാവസ്ഥ ഉള്ളവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് 30 ദിവസത്തിനകം ഡോക്ടർമാരെ കാണിക്കണം. വലിയ വിഷയങ്ങളിലൂടെയല്ല, എല്ലാവർക്കും ഉള്ള യൂഷ്വൽ പ്രശ്നങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നു. പ്രമേഹമുള്ളവർ 30 ദിവസത്തേക്ക് പ്രമേഹ രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇപ്പം പ്രമേഹത്തിന് മുൻചാരം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കൊക്കെ ഉണ്ട്. ഞാൻ 10 കിലോ കുറഞ്ഞെൻ്റെ 10 കിലോ കുറഞ്ഞ മെഞ്ചാരോ. പക്ഷേ ഡയബറ്റിക് കൺട്രോളാവും, 100-ന് താഴെ വരും. ഡയബറ്റിക് എല്ലാ സിസ്റ്റങ്ങളും കറക്റ്റാവും. ഞാൻ കാണുന്നത് പിന്നെ പെരിന്തൽമണ്ണയിലുള്ളൊരു ഡോക്ടറാണ്, മുരളി രാധാകൃഷ്ണൻ കണ്ടത് എന്ന് പറയുന്നൊരു ഡോക്ടറാണ്. ഇവിടെ ഉണ്ട് മഞ്ചാരോ, എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ മെഡിസിനാണ്, ഇത്തിരി കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മുടെ ബോഡി കംപ്ലീറ്റ് കൺട്രോളാവും. കിഡ്നിയും ലിവർ, ഹാർട്ട്, ഡയബറ്റിക്, ഇത്രയും വളരെ സിസ്റ്റമാറ്റിക് ആവും. ഇപ്പോൾ ചില ഡോക്ടേഴ്സൊന്നും പുറത്ത് വിട്ടിട്ടില്ല, ഇൻസുലിൻ കുത്തി നിറച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ആ മരുന്ന് മഞ്ചാരോ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ വ്യാപകമായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ടാബ്ലറ്റൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇനി ഉടനെ ഇറങ്ങുന്നുള്ളത് കേൾക്കുന്നു. പ്രമേഹക്കാർ, ഉത്രാടംകാർ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഓണക്കാലം വരുവാണ്. നല്ലവണ്ണം പായസനും മധുരവും ഒക്കെ കുടിക്കാനുള്ളൊരു കാലം വരുന്നതുകൊണ്ട് പ്രമേഹക്കാർക്ക് ഡയബറ്റിക് ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് വിഭവസമൃദ്ധമായ ഉത്രാടമാണ്, ഉത്രാട നക്ഷത്രക്കാർക്കാണ് വിഭവസമൃദ്ധമായ ഒരു ഓണം ആഘോഷിക്കാനായിട്ട് ശരീരം പാകപ്പെടുത്തിയെടുക്കാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.